അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ശ്യാമള ലോട്ടസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ഇന്ന് ട്യൂബർ എടുക്കുന്ന വീഡിയോ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാലോ. അപ്പോൾ ട്യൂബർ എടുക്കാൻ വേണ്ടി ഞാനിന്ന് സെലക്ട് ചെയ്തേക്കണത് യെല്ലോ പിയൂണി എന്നിട്ടുള്ള എൻ്റെ താമര പോട്ടാണ്. അപ്പോൾ ചെറിയ പോട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഞാൻ ചെയ്യണ രീതിയാണിത്. ആദ്യം തന്നെ ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് കൈയിട്ടിട്ട് ട്യൂബറിൻ്റെ ഇത് മൊത്തത്തിൽ പൊക്കിയിട്ട് ഈ ട്യൂബർ ഉണ്ടോയെന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് നമ്മൾ പതുക്കെ അതിൻ്റെ മുകളിലെ ചെളികൾ മൊത്തം മാറ്റണം. അത് കഴിഞ്ഞിട്ട് പതുക്കെ ടബ് മറച്ചിടുകയും ചെയ്യുക. ആദ്യം തന്നെ ലീഫൊക്കെ മൊത്തം ഈ ബാലൻസ് ഉള്ള ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളയണം. ഇനി ഇത് ട്യൂബർ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഞാനിപ്പോൾ ഇതേപോലെ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബർ ഉണ്ട് കേട്ടോ. ട്യൂബർ ഉണ്ട്. ഇതാണ് നമ്മുടെ താമരയുടെ ട്യൂബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ എൻഡ് ഭാഗത്ത് ചെമ്മ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ എനിക്ക് 1-2 തിക്ക് റണ്ണർ എന്ന് പറയാൻ പറ്റില്ല, ട്യൂബർ തന്നെയാണ്. അതും കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 2-3 തിക്ക് റണ്ണറല്ല ട്യൂബർ തന്നെയാണത്. ഒരു 3-4-5 ഗ്രോ ടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണത്. ഇത് ഞാൻ നടന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇന്ന്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാവരും ട്യൂബർ എടുക്കുന്ന വീഡിയോ കണ്ടില്ലേ? ട്യൂബർ എടുക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മളിത് കൊറിയർ ചെയ്ത് മറ്റേ പാക്ക് ചെയ്ത് അയക്കണ ഒരു വീഡിയോയും കൂടിയും അടുത്ത് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കണ്ട് അപ്പോൾ ആ വീഡിയോയും കൂടി എല്ലാവരും കാണണം. അതിൻ്റെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കണം. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ അതും എനിക്ക് കമൻ്റായിട്ട് അയക്കണം. പിന്നെ കുറച്ച് നല്ല ട്യൂബറും കൂടി ഇവിടെ എനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുക, പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത്. അപ്പോൾ നമുക്കപ്പോൾ ഈ പോട്ടിൽ നിന്നാകെ 2-3 ട്യൂബർ മാത്രം കിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ വേരുകളും ഇതും മാത്രം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇതാണ് കിട്ടിയേക്കണത് നമ്മൾ ട്യൂബറുകൾ.